ഹായ്, EPF ആൻഡ് PPF രണ്ടും ഒരുപോലെ തോന്നുന്നു അല്ലേ? പക്ഷേ ഈ രണ്ട് സ്കീമിൽ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് നോക്കാം. EPF എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എന്നാൽ ശമ്പളമുള്ള ആളുകൾക്കായി രൂപീകരിച്ച ഒരു കമ്പൽസറി റിട്ടയർമെന്റ് സേവിംഗ് മെക്കാനിസമാണ്. നിങ്ങളും നിങ്ങളുടെ തൊഴിലുടമയും എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളത്തിന്റെ 12% വീതം ഇതിൽ നിക്ഷേപിക്കുന്നു. ഗവൺമെന്റ് പിന്തുണയിൽ 8.25% പലിശ നിരക്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ട് ഇതിലൂടെ വളരുന്നു. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിരമിച്ചവർ എല്ലാവർക്കും തുടങ്ങാവുന്ന ലോങ് ടേം സേവിംഗ് സ്കീമാണ്. ഒരു വർഷം 500 മുതൽ 1,50,000 രൂപ വരെ നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാം. കൂടാതെ 7.1% പലിശയും ലഭിക്കുന്നു. ഇത് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. PPF നിങ്ങളുടെ പണം 15 ഇയേഴ്സിലേക്ക് ലോക്ക് ചെയ്യുന്നു. അതേസമയം EPF നിങ്ങളുടെ റിട്ടയർമെന്റ് സമയത്തോ എമർജൻസി സിറ്റുവേഷനിലോ പിൻവലിക്കാവുന്നതാണ്. PPF ഏതൊരാൾക്കും ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ഒരു സ്കീമാണ്. EPF ശമ്പളമുള്ള ജീവനക്കാർക്ക് സ്ട്രോങ് ആൻഡ് ഹയർ ഗ്രോത്ത് നൽകുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ EPF ആണ് നിങ്ങളുടെ ബെറ്റർ റിട്ടയർമെന്റ് ടൂൾ. അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ഫ്രീലാൻസർ ആണെങ്കിൽ PPF ആണ് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് നല്ലത്. രണ്ടും സേഫ് ആണ്, ടാക്സ് ഫ്രീ ആണ്, സ്ട്രോങ്ങുമാണ്. റിട്ടയർമെന്റ് ഒരിക്കലും ആക്സിഡന്റ് ആയി ബിൽഡ് ആകുന്നതല്ല. ബുദ്ധിപൂർവം EPF അല്ലെങ്കിൽ PPF ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ നിങ്ങളോട് നന്ദി പറയും. ഇനിയും ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ഇൻഡെക്സ് ഫണ്ട് സഹിയെ. ഇൻഡെക്സ് ഫണ്ട് ശരിയാണ്. താങ്ക് യു.